അസ്സലാമു അലൈക്കും. ഇത് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ദുആയോ ഒരു സൂറത്തോ ഒരു ദിക്റോ ഒന്നുമല്ല. നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് പേര് തന്നെ പരാതിപ്പെടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ദുആ ചെയ്തു, ഒന്നും കേൾക്കുന്നില്ല, ഒരു കാര്യവും സ്വീകരിക്കുന്നില്ല, പ്രയാസങ്ങളൊന്നും മാറുന്നില്ല എന്നൊക്കെ. അല്ലാഹു തആല ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരുപാട് നിഅമത്തുകളിലേക്ക് നിങ്ങൾ നോക്കുക. അതിൽ അല്ലാഹുവിനോട് മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാഹ് പറയുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലാഹു തആലയോട് ഈ തന്ന നിഅമത്തുകളിൽ നന്ദി രേഖപ്പെടുത്തുന്നത് അല്ലാഹുവും നമ്മളും തമ്മിലുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ലവ്, ഒരു സ്നേഹം എന്ന് പറയുന്നത് നമസ്കാരത്തിലൂടെയാണ്. 5 വഖത്ത് നമസ്കാരം കൃത്യമായി കൃത്യതയോടുകൂടി കൃത്യസമയത്ത് നിർവഹിക്കാൻ പരിശ്രമിക്കുക. ഏത് സാഹചര്യത്തിലായാലും നമസ്കാരത്തിന് വേണ്ടി അല്ലാഹു തആലയുമായി സംവദിക്കാൻ വേണ്ടിയുള്ള സമയം മാക്സിമം കണ്ടെത്താൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ഒരാളുടെ ഏത് പ്രശ്നവും ഏത് പ്രതിസന്ധിയും അല്ലാഹു തആല മാറ്റിത്തരുന്നതാണ്. 5 വഖത്ത് നമസ്കരിക്കുന്നവൻ്റെ ഭക്ഷണം അല്ലാഹു തആല ഉറപ്പ് നൽകുന്നതാണ്. അവന് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുകയില്ല. അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അല്ലാഹു തആല മാറ്റിത്തരുന്നതാണ്. അവൻ്റെ ദുആ അല്ലാഹ് കണ്ടില്ലെന്ന് നടിക്കുകയില്ല. അതുകൊണ്ട് എല്ലാവരും 5 വഖത്ത് നമസ്കാരം കൃത്യമായി കൃത്യതയോടുകൂടി ഏത് സാഹചര്യത്തിലും നമസ്കരിക്കാൻ ശ്രമിക്കുക. ജീവിതത്തിൽ മരണം വരെ നമസ്കാരത്തെ കൈവിടരുത്. നമസ്കാരം കൃത്യമായി നിർവഹിച്ച് 5 ഫർദ് നമസ്കാരത്തിന് ശേഷവും അല്ലാഹു തആലയോട് ദുആ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും കഴിയുന്നത് ഒരു പേജെങ്കിലും ഖുർആൻ ഓതുക. ഒരു പേജെങ്കിലും ഖുർആൻ ഓതുക. ഖുർആൻ മനസ്സിലുള്ളവർക്ക് എത്ര വലിയ പ്രതിസന്ധി നേരിട്ടാലും അത് തരണം ചെയ്യാനും ആ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനുമുള്ള ഒരു പവർ അല്ലാഹു നൽകുന്നതാണ്. മരണസമയത്ത് ഖുർആൻ അവന് വേണ്ടി സംസാരിക്കാൻ പ്രത്യക്ഷപ്പെടും. അറബി അക്ഷരങ്ങളുടെ മാധുര്യം അത് ഖുർആനിലെ ഓരോ പേജുകളിലും കാണാൻ സാധിക്കും. മനസ്സറിഞ്ഞ് ദിവസവും ഒരു പേജെങ്കിലും ഖുർആൻ ഓതുക. പറ്റുന്നവർ മഗ്‌രിബ് ഇശാഇൻ്റെ ഇടയിൽ സൂറത്തുൽ വാഖിയ, സൂറത്തുൽ യാസീൻ തുടങ്ങിയ സൂറത്തുകൾ പതിവാക്കുക. ബറക്കത്ത് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കഴിയുന്ന സമയത്തെല്ലാം ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക. മാക്സിമം ഇസ്തിഗ്ഫാറുകൾ ഒരു ദിവസം കുറഞ്ഞതൊരു 100 തവണയെങ്കിലും എന്തായാലും ചൊല്ലുക. അല്ലാഹു തആലയുടെ പ്രിയപ്പെട്ടവനായ ഞങ്ങളുടെ എല്ലാവരുടെയും ലോക മുസ്ലിമീങ്ങളുടെ പ്രിയപ്പെട്ടവനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ കഴിയുന്നത്ര അധികരിപ്പിക്കുക. നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ സാധിക്കാത്ത യാതൊരുവിധ കാര്യവുമില്ല. അല്ലാഹ് ഏറ്റവും കൂടുതൽ പ്രീതിപ്പെടുന്നതും തൃപ്തിപ്പെടുന്നതും നബി തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിൻ്റെ മഹത്വം കൊണ്ടാണ്. എല്ലാവരും കഴിയുന്നത്ര സ്വലാത്തുകൾ, കഴിയുന്നത്ര നേരവും നബി തങ്ങളുടെ പേരിലുള്ള സ്വലാത്തുകൾ അധികരിപ്പിച്ച് കൊണ്ടേയിരിക്കുക. ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയാൽ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അല്ലാഹു തആല മാറ്റിത്തരും. മനസ്സറിഞ്ഞു പടച്ചവനോട് ഇലാഹിനോട് ദുആ ചെയ്യുക. എത്ര പാപം ചെയ്തവനായാലും അല്ലാഹു പുറത്തു തരും. അത്ര കരുണാനിധിയാണ് റബ്ബ്. നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു കേട്ടില്ലെന്ന് നടിക്കില്ല. പടച്ചവൻ അത്രമാത്രം കാരുണ്യവാനാണ്. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരികളിലേക്കും കൂടി എത്തിക്കുക. അവർ ചെയ്യുന്നതിൻ്റെ പ്രതിഫലവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.